ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡേഴ്സൺസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന +2 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചേഴ്സ് എന്ന ഭാഗത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിർദ്ദേശിക്കാവുന്നതാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ് പാക്ഡ് ലീവിംഗ് മിനിമം വേക്കന്റ് സ്പേസസ്. വേക്കന്റ് ആയ സ്പേസസ് വളരെ മിനിമം ആയിട്ട് ലീവ് ചെയ്യുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്കിൾസ് ക്ലോസ് പാക്ക് ചെയ്തിരിക്കുകയാണ് സോളിഡ്സ്. നമുക്ക് സോളിഡ്സിന്റെ പാക്കിങ്ങിനെ അല്ലെങ്കിൽ ക്ലോസ് പാക്കിങ് നമുക്ക് ആദ്യം ജനറലി മൂന്നായിട്ട് തരംതിരിക്കാം. ആദ്യം ക്ലോസ് പാക്കിംഗ്. സോ ക്ലോസ് പാക്കിംഗ് നമ്മൾക്ക് ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കുകയാണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ ഡയമെൻഷണൽ, ദെൻ 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ. അതിൽ 1 ഡയമെൻഷൻ നമുക്ക് ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ. 2 ഡയമെൻഷൻ നമുക്ക് രണ്ടായിട്ട് വീണ്ടും തിരിക്കും. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും തിരിക്കും. അതിനുശേഷം 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷൻ നമുക്ക് ഉണ്ടാക്കുന്നത് 2 ഡയമെൻഷനിൽ നിന്നാണ്. അവിടെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ അടുത്ത അത് 2 ഡയമെൻഷനാണ്. അതിൽ നിന്ന് നമ്മൾ ഡയമെൻഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രം സ്ക്വയർ ക്ലോസ് പാക്കിംഗ് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു സിമ്പിൾ ക്യൂബിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടുന്നു. ഇനി ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും 2 തരം വീണ്ടും വരുന്നു. ഹെക്സാഗണൽ പാക്കിംഗ്, ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗിൽ നിന്ന് നമ്മൾ വീണ്ടും അതിനെ 3 ഡയമെൻഷൻ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ വരുന്നു. ഹെക്സാഗണൽ പാക്കിങ്ങും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും. അതില് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെ പ്രത്യേകത അത് FCC ആണ്. എന്താണ് FCC? ഫേസ് സെന്റേർഡ് ക്യൂബിക്. അതായത് ഇൻ അഡീഷൻ നമുക്ക് 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് കാണും. അതിന്റെ കൂടെ തന്നെ ഓരോ 6 ഫേസസ് ആണ് ക്യൂബിലുള്ളത്. അപ്പൊ 6 ഫേസസിന്റെയും സെന്ററിന് ഓരോ പാർട്ടിക്കിൾസ് വീതം കാണും. അത് 1/2 ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ കഴിയും. എന്നാൽ 3 ഡയമെൻഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ എന്നീ അറേഞ്ച്മെന്റുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാൻ പോകുന്നത് വൈറ്റ് ബോർഡിലല്ല, ഡയറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ബീഡ്സ് ഉപയോഗിച്ച്, അതായത് മുത്തുകൾ ഉപയോഗിച്ച് അതിന്റെ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ അറേഞ്ച്മെന്റുകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിൽ നമുക്ക് അറേഞ്ച്മെന്റുകൾ ഞാൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ ക്ലോസ് പാക്കിങ്ങിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്നത് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ പറ്റിയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് നമ്മൾ 1, 2, 3, 4, 5, 6, 7 ബീഡ്സ്, 7 ബീഡ്സ് നമ്മൾ ലീനിയർ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് കോണ്ടാക്റ്റിൽ വരുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം നമുക്ക് പരിശോധിക്കാം. സപ്പോസ് ഞാനിപ്പോൾ പോയിന്റ് ചെയ്യുന്ന ഈ കാണുന്ന ബീഡ്, ഈ ബീഡ് തൊട്ടടുത്ത കോണ്ടാക്റ്റിൽ വരുന്നത് 2 ബീഡുകളുമായിട്ടാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മൾ അവിടെ പുതിയ ഒരു ആശയം അല്ലെങ്കിൽ പുതിയ ഒരു ടേം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ പേര് കോഓർഡിനേഷൻ നമ്പർ എന്നാണ്. സോ കോഓർഡിനേഷൻ നമ്പർ ഈസ് ദി നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ. അപ്പോൾ ഈ കാണുന്ന പാർട്ടിക്കിളിന്റെ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ്, അതായത് ഈ പാർട്ടിക്കിളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് നമ്മൾ കോഓർഡിനേഷൻ നമ്പർ എന്നെടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പാർട്ടിക്കിൾ, ഞാനിപ്പോൾ പോയിന്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത് 1, 2 ആണ് വരുന്നത്. ഇതിലെ ഏത് പാർട്ടിക്കിൾസ് എടുത്താലും നമുക്ക് കാണാൻ കഴിയും. ഈ അറേഞ്ച്മെന്റ് ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പാർട്ടിക്കിൾ നമുക്ക് അടുത്തത് ഇവിടെ ലീനിയർ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിങ്ങനെ ഇതിങ്ങനെ തീരാതെ പൊയ്ക്കൊണ്ടേയിരിക്കും. സപ്പോസ് ഞാൻ ഈ പാർട്ടിക്കിൾ പരിശോധിക്കുന്നു. അപ്പോൾ ഇതിന്റെ
കോർഡിനേഷൻ നമ്പർ എത്ര വരും? ഇവിടെ 1, ഇവിടെ 1. സോ 1 + 1 2. കോർഡിനേഷൻ നമ്പർ ഇസ് 2. ഇവിടെയും നമുക്ക് എടുക്കാം 1 1. സോ നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ നമ്മൾ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 2. ഓക്കെ, അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ ആണ്. 2 ഡയമെൻഷനിൽ ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 3 റോ ഉണ്ട്. 3 റോയിൽ 3 പാർട്ടിക്കിൾസ് വീതം മൊത്തം 9 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതില് ഈ കാണുന്നത് ഫസ്റ്റ് റോ, ഈ കാണുന്നത് ഫസ്റ്റ് റോ, ദിസ് ഇസ് സെക്കൻഡ് റോ, ദിസ് ഈസ് തേർഡ് റോ. ഇതില് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് the second row may be placed in contact with the first one such that the spheres of the second row are exactly above those of the first row. ഫസ്റ്റ് റോയിൽ കാണുന്ന സ്പിയേഴ്സിന്റെ തൊട്ട് മുകളിൽ ആയിട്ട് തന്നെയാണ് സെക്കൻഡ് റോയും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോയുടെ അറേഞ്ച്മെന്റ് സപ്പോസ് ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് എ. സോ ഫസ്റ്റ് റോയുടെ അറേഞ്ച്മെന്റ് എ ആണെങ്കിൽ സെക്കൻഡ് റോ അറേഞ്ച്മെന്റും എന്ത് തന്നെയാണ്? എ. സോ തേർഡ് റോയും എന്ത് തന്നെയാണ്? എ. അപ്പോൾ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്. ഇതിനെ നമ്മൾ പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ്. എന്താണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെയ്ബേഴ്സിന്റെ എണ്ണം നമുക്ക് പരിശോധിക്കാം. നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ ഇസ് കോൾഡ് എന്താണ്? കോർഡിനേഷൻ നമ്പർ. നമുക്ക് നോക്കാം ഏതൊക്കെ പാർട്ടിക്കിൾസ് വരും ക്ലോസ് കോണ്ടാക്ട്. 1 2 3 4. 1 2 3 4. ഈ 4 പാർട്ടിക്കിൾസ് ആണ് ഈ സെന്ററിലെ പാർട്ടിക്കിൾസുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നത്. ഇനി ഈ 4 പാർട്ടിക്കിൾസിന്റെയും സെന്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ എന്താണ് പറഞ്ഞത്? ഇത് 2 ഡയമെൻഷന്റെ ക്ലോസ് പാക്കിംഗ് ആണ്. അതിലെ ഫസ്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. അതില് ഫസ്റ്റ് റോയിൽ കാണുന്ന പാർട്ടിക്കിൾസിന്റെ എക്സാക്ട് മുകളിലായിട്ട് നമ്മൾ അടുത്ത സെക്കൻഡ് റോ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് റോയിലെ അറേഞ്ച്മെന്റ് നമ്മൾ എ എന്ന് വിളിക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയും എന്ത് തന്നെയാണ്? എ. തേർഡ് റോയും എ. ഇതിന് പറഞ്ഞ പേര് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ്. കാരണം നെയ്ബറിംഗ് പാർട്ടിക്കിൾസ് 4 ആണ്. സോ കോർഡിനേഷൻ നമ്പർ 4. ഈ 4 പാർട്ടിക്കിൾസിന്റെയും സെന്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആണ്. നമുക്കിനി 2 ഡയമെൻഷനിലെ ക്ലോസ് പാക്കിംഗ് നെക്സ്റ്റ് ടൈപ്പ് നമുക്ക് നോക്കാം. സോ അടുത്തത് പറയാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷന്റെ അടുത്ത വേരിയേഷൻ ആണ്. ഇവിടെ ഈ കാണുന്ന അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പാക്കിങ്ങിനെ പറയുന്നത് ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ്. എന്താണ് ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ്? കാരണം സപ്പോസ് ഞാൻ ഇവിടെ ഫസ്റ്റ് റോ എടുത്തു. ഫസ്റ്റ് റോയിൽ നമുക്ക് 1 2 3 4 4 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതില് ഫസ്റ്റ് റോയിൽ കാണുന്ന പാർട്ടിക്കിൾസിന്റെ തൊട്ട് മുകളിൽ അല്ല പാർട്ടിക്കിൾസ് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ 2 പാർട്ടിക്കിൾസിന്റെയും ഡിപ്രഷനിൽ ആണ് വച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ദി സെക്കൻഡ് റോ മേ ബി പ്ലേസ്ഡ് അബവ് ദി ഫസ്റ്റ് വൺ ഇൻ എ സ്റ്റാഗേർഡ് മാനർ സച്ച് ദാറ്റ് ഇറ്റ്സ് സ്പിയേഴ്സ് ഫിറ്റ് ഇൻ ദി ഡിപ്രഷൻസ് ഓഫ് ദി ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയുടെ ഡിപ്രഷൻസിൽ ആണ് സെക്കൻഡ് റോയിലെ സ്പിയേഴ്സ് ഫിറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിൽ നമുക്ക് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ, ആദ്യത്തെ അറേഞ്ച്മെന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് റോയിലെ അറേഞ്ച്മെന്റ് നമ്മൾ ആദ്യം വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എ. ഇഫ് വി ആർ ടേക്കിംഗ് ദ ഫസ്റ്റ് അറേഞ്ച്മെന്റ് ആസ് എ, ദെൻ സെക്കൻഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിന്റെ ഡിപ്രഷനിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറൊരു അറേഞ്ച്മെന്റ് ആണ്. സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ബി.
സോ എ ബി, ഇനി ബി എന്ന് പറയുന്ന റോയിന്റെ പാർട്ടിക്കിൾസിന്റെ ഡിപ്രഷനിൽ ആണ് അടുത്ത പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നത്. അത് എന്തിന് ഈക്വൽ ആണ്? ആദ്യത്തെ അറേഞ്ച്മെന്റിന് എക്സാക്ട് സെയിം ആയിട്ട് തന്നെ വരുന്നു. സോ എ ബി എ എന്ന് വരും. നമ്മൾ ഇനിയും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എ ബി എ ബി എ ബി അങ്ങനെ പോകും. സോ ദിസ് ടൈപ്പ് ഓഫ് പാക്കിംഗ് നമ്മൾ എന്ത് വിളിക്കും? ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ്. കാരണം നമുക്കിനി ഈ കാണുന്ന പാർട്ടിക്കിൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഈ പാർട്ടിക്കിളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന നെയ്ബേഴ്സിന്റെ എണ്ണം നോക്കാം. 1 2 3 4 5 6 പാർട്ടിക്കിൾസ് ആണ് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6. ഇനി ഈ നെയ്ബേഴ്സിന്റെ എല്ലാം സെന്റേഴ്സ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം. ഹിയർ വി ഗെറ്റ് എ റെഗുലർ ഹെക്സാഗൺ. എന്താണ് റെഗുലർ ഹെക്സാഗൺ? റെഗുലർ ഹെക്സാഗൺ. സോ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ്. ഇതില് കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 1 2 3 4 5 6. കോർഡിനേഷൻ നമ്പർ ഈസ് 6. നമുക്കിനി ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ പരിശോധിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കാണുന്നത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ ഒരു വേരിയേഷൻ ആണ്. ഇവിടെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ് നിങ്ങൾക്ക് 2 ഡയമെൻഷനിൽ കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് റോ, താഴെ കാണുന്ന ഫസ്റ്റ് റോ എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആയിരുന്നു. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് നമ്മൾ പറഞ്ഞതാണ്. അവിടെ കോർഡിനേഷൻ നമ്പർ 4 വരും. സോ കോർഡിനേഷൻ നമ്പർ 4 വരുന്ന സ്ക്വയർ ക്ലോസ് പാക്കിംഗ് നമ്മൾ അതേ എക്സാക്ട് ലെയർ നമ്മൾ തൊട്ട് മുകളിൽ അതിന് സൃഷ്ടിച്ചു. അതായത് ദി സെയിം റൂൾ ദാറ്റ് വാസ് ഫോളോഡ് when one row was placed adjacent to the other. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് the second row is placed over the first layer such that the spheres of the upper layer are exactly above those of the first layer. ഫസ്റ്റ് ലെയറിൽ കൊടുത്തിരിക്കുന്ന സ്പിയേഴ്സ് എവിടെയാണോ അതിന്റെ എക്സാക്ട് മുകളിൽ തന്നെയാണ് സെക്കൻഡ് ലെയറും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്കിവിടെ കാണുന്നത്. സോ ഫസ്റ്റ് അറേഞ്ച്മെന്റ് എ ആണെങ്കിൽ സെക്കൻഡ് അറേഞ്ച്മെന്റും എ ആണ്. നമുക്ക് ഇനിയും മുകളിലോട്ട് വയ്ക്കുവാൻ കഴിയും. എന്നാൽ ഇത് ഈ കാണുന്ന ബീഡ്സിന്റെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി കാരണം ഞാൻ ബാക്കി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് 3 ഡയമെൻഷനായിട്ട് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് 3 ഡയമെൻഷനായിട്ട് കാണാൻ കഴിയുന്നുണ്ട് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാണുന്ന ബേസ് ആയിട്ട് കാണുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആയിരുന്നു. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ സെക്കൻഡ് റോ ബാക്കി അതേ എക്സാക്ട് മുകളിൽ നമ്മൾ പാർട്ടിക്കിൾസ് വച്ചു. ഇത് 3 ഡയമെൻഷനിലാണ്. ഇതാണ് ഒരു വേരിയേഷൻ. നമുക്കിനി ബാക്കിയുള്ള വേരിയേഷൻസ് പരിശോധിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷനിലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ വേരിയേഷൻസിനെ പറ്റിയാണ്. നമ്മൾ തൊട്ടു മുൻപ് കണ്ടത് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ തൊട്ടു മുകളിൽ എക്സാക്ട് സെയിം ലെയർ നമ്മൾ വയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ 3 ഡയമെൻഷൻ നമുക്ക് എങ്ങനെ വയ്ക്കാമെന്നുള്ളത്. അതിൽ അടുത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ദിസ് ഇസ് അറേഞ്ച്മെന്റ് എ, ദിസ് ഇസ് ബി, ദെൻ എ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഇതിൽ പാർട്ടിക്കിൾസ് വയ്ക്കാൻ പോവുകയാണ്. സോ സെക്കൻഡ് ലെയർ പാർട്ടിക്കിൾ വയ്ക്കുന്നത് സപ്പോസ് ഞാനിപ്പോൾ ഒരു പാർട്ടിക്കിൾ വച്ചു ഇൻ ബിറ്റ്വീൻ 3 പാർട്ടിക്കിൾസ്. അതുപോലെ ഞാൻ അടുത്തത് വയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് അവർ സെക്കൻഡ് ലെയർ. ഈ സെക്കൻഡ് ലെയറിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുവാൻ കഴിയുന്നത് ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് ആണ്. ദിസ് ഈസ് നോൺ, that concept is known as void. Okay, void.
വോയിഡ് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, അതിലേക്ക് വരാം. ഫസ്റ്റ് വൺ ഈസ് ടെട്രാഹെഡ്രൽ വോയിഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഇവിടെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് വഴി പാർട്ടിക്കിൾസ് വച്ചു. സോ സെക്കൻഡ് ലെയർ നമ്മൾ താഴെ കാണുന്ന ഫസ്റ്റ് ലെയർ പാർട്ടിക്കിൾസിന്റെ ഡിപ്രഷനിൽ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാക്ട് മുകളിലല്ല, 2 അഡ്ജസന്റ് പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ 3 അഡ്ജസന്റ് പാർട്ടിക്കിൾസിന്റെ ഡിപ്രഷനിൽ ആണ് നമ്മൾ പാർട്ടിക്കിൾ സെക്കൻഡ് ലെയറിൽ വച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് വോയിഡ് കാണാം. എന്താണ് വോയിഡ്? വോയിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ സ്പിയേഴ്സ് തമ്മിൽ അടുക്കുമ്പോൾ അവിടെ എംപ്റ്റി സ്പേസസ് കാണാൻ കഴിയുന്നതാണ്. ഓരോ അറേഞ്ച്മെന്റുകൾക്ക് നിങ്ങൾ സൂക്ഷിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ സ്പിയേഴ്സിന് ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്ത് കാണാൻ കഴിയും? എംപ്റ്റി സ്പേസസ് കാണാൻ കഴിയും. അത്തരത്തിലുള്ള എംപ്റ്റി സ്പേസസിനെ പറയുന്ന പേരാണ് വോയിഡ്. ഓക്കെ, വോയിഡ് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡ് എന്താണെന്നും ഒക്ടാഹെഡ്രൽ വോയിഡ് എന്താണെന്നും പരിശോധിക്കാം. ആദ്യം നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡ് നോക്കാം. ഞാനിപ്പോൾ പോയിന്റ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പാർട്ടിക്കിളാണ്. ഇത് നിങ്ങൾക്ക് താഴെ ഈ പാർട്ടിക്കിൾ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് 3 പാർട്ടിക്കിൾസിന്റെ മുകളിലായിട്ടാണ്. അതായത് ഈ താഴത്തെ 3 പാർട്ടിക്കിളും അവയ്ക്ക് മുകളിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളും ഈ 4 പാർട്ടിക്കിൾസിന്റെയും സെന്റേഴ്സ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യിക്കുമ്പോൾ കിട്ടുന്നത് ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണ്. ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ പറയുന്ന പേര് ടെട്രാഹെഡ്രൽ വോയിഡ്. എന്താണ്? ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ 2 ലെയർ കാണുവാൻ കഴിയും. ഞാൻ 2ാമത്തെ ലെയറിൽ തന്നെ ഒരു പാർട്ടിക്കിളും കൂടെ വയ്ക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന 3 പാർട്ടിക്കിൾസ് ഇതൊരു ട്രയാങ്കിൾ പോലെയാണ്. ഇവയ്ക്ക് താഴെ ഇൻവെർട്ട് ആയിട്ട് 3 പാർട്ടിക്കിൾസ് കാണാൻ കഴിയും. അപ്പോൾ മൊത്തം നമുക്ക് എത്ര പാർട്ടിക്കിൾസ്? താഴെ 3 എണ്ണം, 1 2 3, മുകളിൽ 3 എണ്ണം, 4 5 6. ഇങ്ങനെ നമുക്ക് ഈ 6 പാർട്ടിക്കിൾസിന്റെയും സെന്റേഴ്സ് ഞാൻ വരയ്ക്കാം. താഴത്തെ 3 പാർട്ടിക്കിൾസ് 1 2 3, മുകളിലത്തെ 3 പാർട്ടിക്കിൾസ് 4 5 6. ഈ 6 3 + 3 6 പാർട്ടിക്കിൾസ് ഇവ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ്. എന്താണ്? ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ്. അതായത് ഈ 6 പാർട്ടിക്കിൾസിന്റെയും സെന്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഒക്ടാഹെഡ്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ശൂന്യത, ആ എംപ്റ്റി സ്പേസിന്റെ ഷേപ്പും എന്ത് തന്നെയായിരിക്കും? ഒക്ടാഹെഡ്രോൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് വോയിഡിനെ പറയുന്ന പേര് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നാണ്. ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പോൾ 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷനിൽ ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ വേരിയേഷനിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് കിട്ടി, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന പാർട്ടിക്കിൾ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് താഴത്തെ 3 പാർട്ടിക്കിൾസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വോയിഡ് കിട്ടും. ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന വോയിഡ് ആണ്. അതായത് 1 2 3, ബേസിലെ 3 പാർട്ടിക്കിൾസ്, മുകളിൽ 1 2 3 ജോയിൻ ചെയ്യിക്കും നമുക്ക് ഒക്ടാഹെഡ്രൽ കിട്ടും. അപ്പോൾ 2 ടൈപ്സ് വോയിഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് 3 ഡയമെൻഷൻ ആയതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എടുക്കാമെന്ന് കരുതിയത്. ഈ ഒരു പോർഷൻ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേസിംഗ് 3rd ലെയർ ഓവർ ദി 2nd ലെയർ ഞാൻ പറയാൻ പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 2 ലെയേഴ്സ് കാണാൻ കഴിയും, 1 2. ഇനി 3ാമത്തെ ലെയർ, ഞാൻ ഫസ്റ്റ് ലെയറിൽ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ് വന്നിരിക്കുന്നത്? 1 2 3 4 5 6 7. അതായത് പേപ്പറുമായിട്ട് കോണ്ടാക്ട് വരുന്ന പാർട്ടിക്കിൾ 7 ആണ്. അതായത് ഫസ്റ്റ് ലെയർ.
അവയുടെ 3 ഡിപ്രഷൻസിൽ ഞാൻ 3 പാർട്ടിക്കിൾസ് വച്ചിട്ടുണ്ട്. 1, 2, 3. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ലെയർ. സോ ഫസ്റ്റ് ലെയർ അറേഞ്ച്മെന്റിനെ ഞാൻ എ എന്നും സെക്കൻഡ് ലെയർ അറേഞ്ച്മെന്റിനെ ബി എന്നും വിളിക്കുകയാണെങ്കിൽ ഞാൻ തേർഡ് ലെയർ വയ്ക്കുന്നത് എ ആയിട്ടാണെങ്കിൽ, അതായത് ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസ് ഞാൻ എപ്രകാരമാണ് വച്ചിരിക്കുന്നത് അതേ പാർട്ടിക്കിൾസ് അതേ ക്രമത്തിൽ നിങ്ങൾ കാണുന്ന ബി എന്ന അറേഞ്ച്മെന്റ് 1, 2, 3 മുകളിലത്തെ 3 പാർട്ടിക്കിൾസിന് മുകളിലായിട്ട് വരികയാണെങ്കിൽ that arrangement continues as A, B, A, B. That kind of packing is known as hexagonal packing. Hexagonal close packing അല്ല, hexagonal packing. ഇനി ഹെക്സഗണൽ പാക്കിംഗ് ആണെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ നമുക്ക് പരിശോധിക്കാം. കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ലെയറിലെ, അതായത് പേപ്പറുമായിട്ട് കോണ്ടാക്ട് വന്നിരിക്കുന്ന പാർട്ടിക്കിൾസ് സെന്റർ പാർട്ടിക്കിൾ. ഓക്കെ, ആ പാർട്ടിക്കിൾ കോണ്ടാക്ട് വരുന്ന പാർട്ടിക്കിൾസ് നോക്കാം പേപ്പറിൽ. 1, 2, 3, 4, 5, 6. ഓക്കെ, 6 ആയി. ഇനി അതിന്റെ തൊട്ട് മുകളിൽ 7, 8, 9. ഇനി ഫസ്റ്റ് ലെയറിന്റെ താഴെ ഒരു ലെയർ വരികയാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്നത് പോലെ 3 പാർട്ടിക്കിൾസ് തൊട്ട് ഏറ്റവും താഴെയും വരും. സോ 9 + 3 10, 11, 12. ഓക്കെ, അടുത്ത വേരിയേഷൻ എന്ന് പറയുന്നത് എ ബി അറേഞ്ച്മെന്റ് അല്ല, എ ബി സി അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ എയും ബിയും മനസ്സിലായി കാണും. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ പേപ്പറുമായിട്ട് കോണ്ടാക്ട് വരുന്ന 1, 2, 3, 4, 5, 6, 7 പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് എ. അവയ്ക്ക് മുകളിൽ കാണുന്നത് 1, 2, 3 അത് ബി. ഇനി ഇവയ്ക്ക് മുകളിൽ എ അല്ല, പകരം ഈ കാണുന്ന 1, 2, 3 ഈ 3 പാർട്ടിക്കിൾസ് ഇതിന്റെ തൊട്ട് മുകളിൽ വരും. അങ്ങനെ വരികയാണെങ്കിൽ ദിസ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് സി. ഈ പാറ്റേൺ നമ്മൾ സി ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ സിക്ക് മുകളിൽ എ വരും. അപ്പോൾ എ ബി സി, വീണ്ടും എ ബി സി. ദിസ് ടൈപ്പ് ഓഫ് പാക്കിംഗ് ഈസ് നോൺ ആസ് CCP or cubic close packing. ഇനി ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ നമുക്ക് പരിശോധിക്കാം. എത്ര വരും? പഴയതുപോലെ താഴെ കാണുന്ന സെന്റർ പാർട്ടിക്കിൾ, അങ്ങനെയാണെങ്കിൽ സറൗണ്ടിങ് 1, 2, 3, 4, 5, 6. മുകളിൽ 7, 8, 9. 9 താഴെ ഫസ്റ്റ് ലെയറിന്റെ താഴെ നമുക്ക് ഇതേ അറേഞ്ച്മെന്റ് തന്നെ കാണാൻ കഴിയും. 10, 11, 12. കാരണം ബി എന്ന ലെയറിന്റെ മുകളിൽ വരുന്ന സി എന്ന അറേഞ്ച്മെന്റ് മാത്രമാണ് മാറുന്നത്. അല്ലാതെ എക്ക് മുകളിലും താഴെയും ബി തന്നെയായിരിക്കും. നമുക്കിനി ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ പരിശോധിക്കാം. പേപ്പറുമായിട്ട് കോണ്ടാക്ട് വരുന്ന പാർട്ടിക്കിൾസിലെ സെന്റർ കാണുന്ന പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ സറൗണ്ടിങ് 1, 2, 3, 4, 5, 6. സോ 6ന് മുകളിൽ 7, 8, 9. ഇനി എക്ക് താഴെ നമുക്ക് ഇൻവെർട്ട് ആയിട്ട്, ഇനി ട്രയാങ്കിൾ എങ്കിൽ ഇൻവെർട്ട് ട്രയാങ്കിൾ ഒരു അറേഞ്ച്മെന്റ് കിട്ടും. സോ 9 + 3 10, 11, 12. സോ ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെയും കോർഡിനേഷൻ നമ്പർ എത്ര തന്നെയാണ്? 12 തന്നെയാണ്. എന്നാൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇതാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. നമുക്കിത് എങ്ങനെയാണ് കിട്ടുന്നത്? ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് നമ്മൾ 3 ഡയമെൻഷനിൽ എടുക്കുമ്പോൾ അറേഞ്ച്മെന്റിൽ എ ബി സി എന്ന പാറ്റേൺ ഒബേ ചെയ്യുകയാണെങ്കിൽ അതാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. അതല്ല എ ബി എന്ന അറേഞ്ച്മെന്റ് ആണ് ഒബേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹെക്സാഗണൽ പാക്കിംഗ് എന്ന് പറയും. സോ ഹെക്സാഗണൽ പാക്കിങ്ങും ക്യൂബിക് ക്ലോസ് പാക്കിംഗും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു ക്ലോസ് പാക്കിങ്ങില് കോണ്ടാക്റ്റിൽ ആയിരിക്കുന്ന സ്പിയേഴ്സിന്റെ എണ്ണം, അതായത് നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സിന്റെ എണ്ണം നമുക്ക് അറിയാമെങ്കിൽ ആ അറേഞ്ച്മെന്റിൽ അടങ്ങിയിരിക്കുന്ന ടെട്രാഹെഡ്രൽ വോയിഡുകളുടെയും
ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്, സപ്പോസ് ലെറ്റ് n be the number of close packed spheres ന്റെ എണ്ണം എന്ന് പറയുന്നത് n ആണെങ്കിൽ, n എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് നമുക്ക് ഒരു അറേഞ്ച്മെന്റിൽ കാണുന്നുവെങ്കിൽ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ്. എത്ര സ്പിയേഴ്സ് ഉണ്ടോ അത്രയും വോയിഡ് തന്നെ കിട്ടും. എന്ത് വോയിഡ് ആണ്? ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇസ് ഈക്വൽ ടു n. അപ്പോൾ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് 2n ആണ്. നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് 2 into n. ടെട്രാഹെഡ്രൽ വോയിഡ്സ് എണ്ണം എന്ന് പറയുന്നത് 2n. അപ്പോൾ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ ലെറ്റർ ആണ് ഞാൻ കൊടുത്തത് n. ലെറ്റ് n be number of close packed spheres. അപ്പോൾ ക്ലോസ് പാക്ഡ് സ്പിയേഴ്സിന്റെ എണ്ണം ക്യാപിറ്റൽ ലെറ്റർ n ആണെങ്കിൽ ആ അറേഞ്ച്മെന്റിൽ അടങ്ങിയിരിക്കുന്ന ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് n, സെയിം നമ്പർ ആണ്. എന്നാൽ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് 2 into n. എത്ര സ്പിയേഴ്സ് ഉണ്ടോ ആ എണ്ണത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് റിലേഷൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. സോ ക്ലോസ് പാക്കിംഗ് ഈ 3 ഡയമെൻഷനിൽ നമുക്ക് ഹെക്സാഗണൽ പാക്കിംഗ് കിട്ടി, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് കിട്ടി. ഞാൻ പറയാൻ പോകുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെയും ടെട്രാഹെഡ്രൽ വോയിഡുകളുടെയും എണ്ണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? ഒരു റെഗുലർ ആയിട്ട് നമുക്കിപ്പം ക്ലോസ് പാക്ഡ് സ്പിയേഴ്സിന്റെ എണ്ണം അറിയാമെങ്കിൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ട്, എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ട്. ഞാൻ അടുത്ത പറയാൻ പോകുന്നത് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിലെ ടെട്രാഹെഡ്രൽ വോയിഡുകളുടെയും ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെയും എണ്ണമാണ്. നമുക്ക് അതിനായിട്ട് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ഞാൻ വരയ്ക്കാം. ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെ ബേസിക് ആയ ഒരു പോർഷൻ, അതിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ബേസിക് ആയ ഒരു യൂണിറ്റ് സെൽ ഞാൻ വരയ്ക്കാം. യൂണിറ്റ് സെൽ ഓഫ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഞാനിപ്പോ പറയാൻ പോകുന്നത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, അതായത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗിൽ നമുക്ക് ഒരു വേരിയേഷൻ കിട്ടിക്കഴിഞ്ഞു. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അതായത് ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗിന്റെ 2 വേരിയേഷൻസ് വരും. 3 ഡയമെൻഷനിൽ നമുക്ക് ഹെക്സാഗണൽ കിട്ടും, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് കിട്ടും. ഹെക്സാഗണൽ പാക്കിംഗും ക്യൂബിക് ക്ലോസ് പാക്കിംഗും. ഞാനിവിടെ ക്യൂബിക് ക്ലോസ് പാക്കിംഗിന്റെ യൂണിറ്റ് സെല്ലാണ് വരച്ചിരിക്കുന്നത്. ക്യൂബിക് ക്ലോസ് പാക്കിംഗിന്റെ യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകതയുണ്ട്. അത് FCC ആണ്. എന്താണ് FCC? ഫേസ് സെന്റേർഡ് ക്യൂബിക്. എന്താണ് ഫേസ് സെന്റേർഡ് ക്യൂബിക്? 8 കോർണറുകളിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ 6 ഫേസസിന്റെ സെന്ററുകളിലും ഓരോ പാർട്ടിക്കിൾസ് വീതം കാണാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. സോ ദിസ് ഈസ് പാർട്ടിക്കിൾ. ഇവിടെ ഒരു കോർണർ, ഇവിടെ 1, ഇതൊരു കോർണർ, ഇവിടെ 2, ഇനി ഇവിടെ ദിസ് ഈസ് 3, ദിസ് ഈസ് 4. താഴത്തെ 4 കോർണേഴ്സിൽ നമ്മൾ പാർട്ടിക്കിൾസിനെ കൊടുത്തു. 1, 2, 3, 4. ഇനി മുകളിലത്തെ 4 കോർണേഴ്സ് നമുക്ക് പാർട്ടിക്കിൾസിനെ കൊടുക്കാം. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 8 കോർണേഴ്സ് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഇനി കൊടുക്കുവാൻ പോകുന്നത് കോർണേഴ്സ് അല്ല, 6 ഫേസസിന്റെയും സെന്റേഴ്സിലാണ്. അപ്പൊ നമുക്ക് സെന്റർ എങ്ങനെ നോക്കുന്നത്? ഈ കാണുന്ന ഡയഗണൽ ആയിട്ട് നോക്കാം. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ 2 ലൈൻസും ജോയിൻ ചെയ്യുന്ന സെന്റർ ഇവിടെയാണ്. ഈ കാണുന്ന സ്ക്വയർ അല്ലെങ്കിൽ ഈ കാണുന്ന പാരലോഗ്രാമിന്റെ സെന്റർ. അപ്പോൾ ഞാൻ ഈ ഫേസിൽ ഒരു പാർട്ടിക്കിൾ കൊടുക്കുന്നു, ബ്ലാക്ക് കളർ കൊടുക്കുന്നു.
ദിസ് ഈസ് വൺ ഫേസ് സെന്റർ. അതുപോലെ ഈ സ്ക്വയറിൽ നമുക്ക് നോക്കാം. സ്ക്വയറിന്റെ സെന്റർ ഒരു പാർട്ടിക്കിൾ. 2. ഇനി ഈ കാണുന്ന പാരലോഗ്രത്തിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ കൊടുക്കാം. 3. ഇനി ഈ കാണുന്ന പാരലോഗ്രാം കൊടുക്കാം. 4. ഇവിടെ 1 2 3 4 5. ഇനി ഒരു ഭാഗത്തും കൂടെ വരും. അതായത് ഈ കാണുന്ന സ്ക്വയറിന്റെ ലൈൻസ് മീറ്റ് ചെയ്യുന്ന സെന്റർ എന്ന് പറയുന്നത് ഈ ഇവിടെ. ഓക്കെ, 5 ഇത് 6. ഇപ്പൊ നമുക്ക് 6 ഫേസസിന്റെയും സെന്ററിൽ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ക്യൂബിക് ക്രോസ് പാക്കിങ്ങിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ യൂണിറ്റ് സെല്ലാണ്. ഞാൻ പറഞ്ഞതുപോലെ ക്യൂബിക് ക്രോസ് പാക്കിംഗ് നമുക്ക് എന്ത് കിട്ടി? ഫേസ് സെന്റേർഡ് ആണ്. 8 കോർണേഴ്സിൽ, അതായത് ബ്ലൂ കളർ മാർക്ക് ചെയ്തിരിക്കുന്നത് 8 കോർണേഴ്സ് ആണ്. 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് 6 ഫേസസിൽ എന്തുണ്ട്? 6 ഫേസസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6. ഇപ്പോൾ നമുക്ക് ഇത് ഫേസ് സെന്റേർഡ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന യൂണിറ്റ് സെല്ലിൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ട്, എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡ് നോക്കാം. നമുക്ക് ആദ്യം നോക്കാം. ഈ കാണുന്ന 4 പാർട്ടിക്കിൾസ് നമുക്ക് ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ 1 2 3 4. ഈ 4 പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഒരു ടെട്രാഹെഡ്രോൺ കിട്ടി. ഇനി ഈ കാണുന്ന പാർട്ടിക്കിൾസുമായിട്ട് ഈ 3 പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്യുകയാണെങ്കിലോ 1 2 3 4, അതും ഒരു ടെട്രാഹെഡ്രോൺ കിട്ടി. അപ്പോൾ ഈ അറേഞ്ച്മെന്റിൽ തന്നെ നമുക്ക് 1 + 1 2 ടെട്രാഹെഡ്രോൺ കിട്ടി. അതുപോലെ എത്ര ഭാഗമുണ്ട് നമുക്കിവിടെ? 1 2 3 4, അതായത് 1 2 3 4. ഒരു പോർഷനിൽ 2 എണ്ണം കിട്ടുകയാണെങ്കിൽ 4 എണ്ണത്തിൽ എത്ര കിട്ടും? 4 × 2 8 എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് tetrahedral voids എന്ന് പറയുന്നത് എത്രയാണ്? 8. നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എത്ര വരും? നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ? നമുക്കിപ്പോ ക്ലോസ് പാക്ഡ് സ്പിരിറ്റ്സിന്റെ നമ്പർ എന്ന് അറിയാമെങ്കിൽ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് 2n, നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് n ആണ്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ ഹാഫ് ആയിരിക്കും ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ ഡബിൾ ആയിരിക്കും ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ എണ്ണം. അപ്പോൾ നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡ് എത്ര വരും? നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഈസ് ഈക്വൽ ടു 8ന്റെ ഹാഫ് എത്രയാണ്? 4. സോ 4 ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് വരും. നമുക്ക് പരിശോധിക്കാം 4 വരുമോ ഇല്ലയോ എന്ന്. ഞാൻ ഒരു വോയിഡ് വരച്ച് കാണിക്കാം. ഒക്ടാഹെഡ്രോൺ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 6 പോയിന്റുകൾ ജോയിൻ ചെയ്ത് നമുക്ക് ഒക്ടാഹെഡ്രോൺ കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ 6 പോയിന്റുകൾ ഏതൊക്കെ നോക്കാം. ഇവിടെ 1 2 3 4 4 പാർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് ആദ്യം അവയെ ജോയിൻ ചെയ്യാം. ഞാൻ ഈ പാർട്ടിക്കിളിനെ ഈ കാണുന്ന പാർട്ടിക്കിളുമായിട്ട് ജോയിൻ ചെയ്തു. അതുപോലെ ഇത് ഈ പാർട്ടിക്കിളിലേക്ക് ജോയിൻ ചെയ്തു. അതുപോലെ ഇനി ഈ പാർട്ടിക്കിൾ ആ കാണുന്ന പാർട്ടിക്കിളുമായിട്ട് ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഒരു പാരലോഗ്രാം പോലെയായി ഇനി ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോ ഇങ്ങനെ കിട്ടി. ഇനി മുകളിലും താഴെയുമുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഓരോ ലൈൻസ് വരയ്ക്കാം. ആദ്യം ഇവിടെ നിന്ന് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് യൂണിറ്റ് സെല്ലിനകത്ത് ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് വന്ന് കഴിഞ്ഞു. എത്രയാണ്? 1. തീർന്നില്ല.
1 പ്ലസ് നമ്മൾ ഇതുപോലെ ബാക്കി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 12 എഡ്ജിലും 1 2 3 4 5 6 7 8 9 10 11 12 12 എഡ്ജിലും നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡ് ഓരോന്നിലും വരയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 12 കിട്ടും. ഇനി ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ഞാൻ പറഞ്ഞ എഡ്ജുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ പ്രത്യേകത അത് ആ ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ 1/4 കോൺട്രിബ്യൂഷൻ മാത്രമേ യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. എത്രയാണ്? 1/4. അപ്പോൾ നമുക്ക് എത്ര പറഞ്ഞു? 12 പറഞ്ഞു. 12 into 1/4 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 1 plus 12 into 1/4 means 12/4, that means 3. So 1 plus 3 എത്രയെന്ന് കിട്ടുന്നു? 4. നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ എഴുതി എത്രയാണ്? നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് 4. അതെങ്ങനെയാണ്? ടെട്രാഹെഡ്രൽ വോയിഡ്സ് എത്രയാണോ അതിന്റെ ഹാഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് നമ്മൾ അങ്ങനെയാണ് എടുത്തത്. നമ്മൾ അല്ലാതെ വരച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എന്ന് തന്നെ കിട്ടും? ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ എണ്ണം 4 എന്ന് കിട്ടും. ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ എണ്ണം 8 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ പോർഷൻ ഫുള്ള് മനസ്സിലായി വിശ്വസിക്കുന്നു. ഇത് വളരെ സമയമെടുത്ത് വരച്ചതാണ്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ക്ലോസ് പാക്കിങ്ങിന്റെ ബീഡ്സ് വെച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന +2 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററിൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് എന്ന ഭാഗമാണ്. അതിൽ നമ്മൾ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി പറഞ്ഞു. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ പറഞ്ഞു. വോയിഡുകളുടെ എണ്ണം പറഞ്ഞു. വോയിഡ്സ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം അവസാനം നമ്മൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് യൂണിറ്റ് സെല്ല് തന്നെ വരച്ചു. ഏതിൻ്റെതാണ്? ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെ നമ്മൾ യൂണിറ്റ് സെല്ല് വരച്ചിട്ട് അതിന്റെ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സും ടെട്രാഹെഡ്രൽ വോയിഡ്സും നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.